ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാങ്കിൽ നിന്നും വീടിൻ്റെ ലോണിൻ്റെ കാര്യമായിട്ട് ആൾക്കാർ വന്നതിനെപ്പറ്റി ശാരദയും മക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗ പറയും, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, വലിയ പ്രശ്നമൊന്നും കാണുകയില്ല, അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ജയബാലങ്കിളിനെ കാവേരി വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കാവേരി പറയും, അതെ അമ്മേ, ഞാൻ വിളിച്ചിട്ടുണ്ട്, അങ്കിൾ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്, ഏതോ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണെന്ന്, നാളെ വരുമ്പം തന്നെ അങ്കിൾ ആ പേപ്പർ ശരിയാക്കിക്കൊണ്ട് തരുമായിരിക്കും എന്ന് കാവേരിയും പറയും. അപ്പോൾ പെട്ടെന്ന് യമുന അങ്ങോട്ട് വരിക. അപ്പോൾ യമുന ചോദിക്കും, അതിന് ജയപാലങ്കിള് വീട്ടിലുണ്ടല്ലോ, നീ എന്താ ഈ പറയുന്നത് എന്നപ്പോൾ ശാരദ പറയും, ജയപാലേട്ടൻ ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കാന്ന് കാവേരി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ. ദേ യമുനെ, നിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ വിളിച്ച് പറയരുത്. അല്ലെന്നേ, ജയപാലങ്കിള് വീട്ടിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അപ്പോൾ കാവേരി ചോദിക്കും, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അത് പിന്നെ ഞാൻ കോളേജിൽ എന്ന് തൊട്ടാ ചെല്ലുന്നതെന്ന് അറിയാൻ വിശാൽ എന്നെ വിളിച്ചിരുന്നു. അപ്പം അവനാ പറഞ്ഞത്. നീ അങ്കിൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോ? അങ്ങനെയല്ല, അങ്കിളിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു ഫോണിൽ കൂടെ. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, അങ്കിൾ അവിടെ ഉണ്ടോ, എന്തെടുക്കുവാണെന്ന്. അപ്പോഴവൻ പറഞ്ഞത് വീട്ടിലുണ്ടെന്ന്. ശോ, അത് ഉറപ്പ് തന്നെയാണോ എന്ന് കാവേരി ചോദിക്കും. അതെ അതെ ചേച്ചി, അവൻ ജയപാലങ്കിൾ അവിടെ ഉണ്ടെന്ന് വിശാൽ എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ, അവൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? അതുമല്ല, അങ്കിളുടെ സൗണ്ടും ഞാൻ കേട്ടതാ എന്ന് യമുന ഉറപ്പിച്ച് പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് ശാരദ പറയും, ജയപാലേട്ടൻ എന്തിനാ പോലും അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും കാര്യം കാണും, ഒരു കാര്യമില്ലാതെ അങ്ങനെ കള്ളം പറയുന്ന ആളൊന്നും അല്ല, നമ്മൾ വിഷമിക്കേണ്ടെന്ന് കരുതി അദ്ദേഹം എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചതാകും എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ കാവേരി പറയും, അല്ലല്ല, ജയപാലങ്കളിന് എന്തോ ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഗംഗയും പറയും, അത് ശരിയാ കാവേരി പറഞ്ഞത് എന്ന് പറയും. അല്ല, അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസമായി, അന്നിവിടുന്ന് എന്താവശ്യത്തിനും ഞാനുണ്ടെന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ ഈ വീട്ടിലേക്ക് പേരിന് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, നമ്മളോട് ആരോടും വന്നൊന്നും സംസാരിച്ചിട്ടില്ല. അതിനൊക്കെ അർത്ഥം എന്താ? ദേ കാവേരി, നീ മനസ്സിൽ തോന്നുന്ന കാര്യം ഇങ്ങനെ വിളിച്ചു പറയരുത് കേട്ടോ. ജയബാലേട്ടന് 100 തിരക്കുകളുള്ള മനുഷ്യനാ, എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ എന്ന് ശാരദ അപ്പോൾ പറയും. അപ്പം ഗംഗയും പറയും, അങ്ങനെയല്ല അമ്മേ, അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ ഉള്ളതായിട്ട് അമ്മയ്ക്ക് അറിയായിരുന്നു? എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ അച്ഛൻ എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളല്ലേ, ആ മനുഷ്യന് ഒരു സങ്കടവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അന്ന് ആ മരിക്കുന്നതിൻ്റെ തലേരാത്രി എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയതല്ലേ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളും കേട്ടതല്ലേ, നമ്മളോട് ആരോടും അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന് ശാരദ പറയും. അപ്പം ഗംഗ പറയും, അത് നേരാ, അച്ഛൻ എന്തോ ഒരു ദുഃഖം ഉണ്ടായിരുന്നു, നമ്മളോട് ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ദുഃഖം എന്ന് പറയാണ്. അപ്പം ശാരദ പറയും, നമ്മളോട് മറച്ചു വയ്ക്കാൻ മാത്രം എന്ത് സങ്കടമാണ് അരവിന്ദേട്ടനുള്ളത് എന്ന് വീണ്ടും ചോദിക്കുക. അപ്പം കാവേരി പറയും, അങ്ങനെ അല്ലമ്മേ, നമ്മൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു ദുഃഖം അച്ഛനെ അലട്ടിയിട്ടുണ്ട്. അന്ന് പുറത്തു പോകുന്നിടം വരെ വളരെയേറെ സന്തോഷത്തോടെയാണ് അച്ഛൻ പോയത്. ഗംഗേച്ചിയുടെ നിശ്ചയത്തിനുള്ള കാര്യങ്ങളുടെ ഒരുക്കത്തിലും ഒക്കെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. എന്നാൽ പുറത്തു പോയതിന് തിരിച്ചു വന്ന അച്ഛൻ ആകെ തളർന്ന ഒരു അവസ്ഥയിലാണ് വന്നത്. അന്ന് അച്ഛനെ ആരോ വയ്യാഞ്ഞിട്ട് വണ്ടിയിൽ കൊണ്ടുവിടുന്നത് ഞാൻ കണ്ടതാ എന്ന് കാവേരിയും പറയും. അച്ഛൻ എന്തോ ഒരു സങ്കടം അന്ന് ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ ആരും അറിയരുതെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അച്ഛൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു സങ്കടം, ആ സങ്കടം ജയപാലങ്കിളിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്കിളിനെ കാണാനാകും അച്ഛൻ നേരെ പോയിട്ടുണ്ടാവും. അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട്, ആ സംസാരത്തിൽ അച്ഛനെ വേദനിപ്പിക്കുന്ന എന്തോ ഉണ്ടായിട്ടുമുണ്ട്, അതാ അച്ഛൻ്റെ സങ്കടങ്ങൾക്ക് കാരണം. അതിനുശേഷം കിടന്ന രാത്രിക്ക് അച്ഛൻ നേരം വെളുപ്പിച്ചിട്ടുമില്ല, എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ആരും അറിയരുതെന്ന് അച്ഛൻ ആഗ്രഹിച്ചിട്ടുമുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അച്ഛനും ഒത്തുള്ള തലേദിവസം അവൾ മരിക്കുന്നതിന് മുന്നേ നടത്തിയ ആ സംഭാഷണമൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ശാരദ കാവേരിക്കിട്ട് ഒരു അടി വെച്ചു കൊടുക്കുക. പറഞ്ഞു നീ എങ്ങോട്ടടി പോകുന്നത്? ജയബാലേട്ടനെ പറ്റി നീ എന്തൊക്കെയാ പറയുന്നേ? ദേ അരവിന്ദേട്ടൻ എന്നെ കാണുന്നതിന് മുന്നേ, നീയൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ബന്ധം പുലർത്തിയിരുന്ന ആളാ ജയബാലേട്ടൻ. അത്രയ്ക്ക് നല്ല മനുഷ്യനാ ആ മനുഷ്യൻ, ഒരു സാത്വികൻ, അമ്പലത്തിലൊക്കെ പോയി നടക്കുന്നേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അന്യനായ ഒരാൾ ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെയാണോ അദ്ദേഹം ചെയ്തിട്ടുള്ളത്? നിന്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ പുറത്തു പോയി, അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്താതെ നോക്കിയിരുന്നത് ജയബാലേട്ടനാ. നീയൊക്കെ വളർന്ന് പന്തലിച്ച് ഇവിടെ നിൽക്കുന്നത് അച്ഛൻ്റെ പണം കൊണ്ട് തന്നെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും കടമകളും ചെയ്തു തന്നിട്ടുള്ളത് ജയബാലേട്ടനാ. നീ അതൊരിക്കലും മറക്കരുത്. 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന നിങ്ങളുടെ അച്ഛൻ ഒരു സങ്കടവും ബുദ്ധിമുട്ടും അറിയാതിരുന്നതും ജയബാലേട്ടൻ ഉള്ളതുകൊണ്ടാണ്. അത്രക്കേറെ ഈ കുടുംബത്തിന് വേണ്ടി സഹായങ്ങൾ ആ മനുഷ്യൻ ചെയ്തു തന്നിട്ടുണ്ട്. ഞാനൊരു വാക്ക് വിളിച്ച് പറയുമ്പോൾ തന്നെ അതിന് പുറകെ ഓടാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ മനുഷ്യനെ പറ്റി നീയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ ആത്മാവ് പോലും സഹിക്കുകയല്ല. ഇപ്പം നിന്റെ അച്ഛനെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാവേരി നിന്റെ താടിയല്ലേ ഇപ്പം തള്ളി പൊട്ടിച്ചേനെ. കാരണം നിന്നേക്കാളൊക്കെ വലുത് ജയബാലേട്ടൻ തന്നെയായിരുന്നു അരവിന്ദേട്ടന്. ഞാൻ പറയുന്ന മനസ്സിലായ
ുന്നുണ്ടോ എന്ന് ചോദിക്കാം. അമ്മ എന്നെ തല്ലാനോ വഴക്ക് പറയാനോ ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിച്ചതാ. ജയപാലങ്കളിന് എന്തോ ഒരു മാറ്റമുണ്ട്, അത് എനിക്ക് മാത്രമല്ല തോന്നിയത്, ഗംഗേച്ചിക്കും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പം ഗംഗെ പറയും, അത് നേരാ, കാവേരി പറയുന്നതിലും കാര്യമുണ്ട്. പിന്നെ അമ്മയെ സങ്കടപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല, നമ്മൾ എല്ലാ വശവും ചിന്തിക്കണമല്ലോ. ഒരു കുഴപ്പമില്ലാതിരുന്ന അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഈ ലോകത്ത് അറിയാൻ സാധ്യത ജയപാലങ്കിളിന് മാത്രമാണ്. ആ വഴിക്ക് മാത്രമേ നമുക്കിനി ആലോചിക്കാനും പറ്റുള്ളൂ. അങ്കിളും അച്ഛനും എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയുമ്പം ശാരദ പറയും, നിങ്ങളുടെ അച്ഛന് എന്നെ മറന്നിട്ട് ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞേനെ. അതുകൊണ്ട് അച്ഛനെ പറ്റിയോ ജയപാലങ്കളിനെ പറ്റിയോ ഇനി ഒരു സംശയത്തോടെ നിങ്ങൾ സംസാരിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ആ മനുഷ്യനെ പറ്റി ഒരു തെറ്റായ ചിന്ത പോലും നിന്റെയൊക്കെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാളെ അദ്ദേഹം വരാമെന്നല്ലേ പറഞ്ഞത്? നാളെ തന്നെ ബാങ്കിൽ പോയി പേപ്പറുകളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് ജയപാലേട്ടൻ നമ്മുടെ കൈ കൊണ്ടു തരും. നീ കണ്ടോ? അപ്പം നിന്റെ മനസ്സിൽ തോന്നിയ ഈ കരടൊക്കെ എടുത്ത് കളഞ്ഞോണം. ഈ ഒരു ചിന്താഗതിയോടുകൂടി ആ മനുഷ്യനോട് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് വീണ്ടും കാവേരിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുവാണ് നമ്മുടെ ശാരദ കേട്ടോ. പക്ഷേ കാവേരിയുടെ മനസ്സിലേക്ക് അച്ഛൻ അന്ന് തലേദിവസം മരിക്കുന്നതിന് മുൻപേ ഉള്ള ആ രാത്രിയാണ് കടന്നു വരുന്നത്. അച്ഛൻ വേദനയോടെ തന്നോട് സംസാരിച്ചതും ഒക്കെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരിക. അച്ഛനെ വേദനിപ്പിച്ച എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണമെന്ന് തന്നെ കാവേരി മനസ്സിൽ ഉറപ്പിക്കുവാണ് കേട്ടോ. ഇതേ സമയം രാവിലെ തന്നെ നമ്മുടെ ശാരദയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ആയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം മുത്തശ്ശി ചോദിക്കും, എങ്ങനെയുണ്ട് നിളമോളുടെ പനി കുറഞ്ഞോ ശാരദ എന്ന് ചോദിക്കുക. ആ കുറവുണ്ടമ്മേ. ആ ദൈവം നമ്മളെ കൈവിടില്ല, നമ്മുടെ ഈ സങ്കടങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ടല്ലോ. അപ്പം ശാരദ ഒരു പുച്ഛത്തോടെ പറയും, ദൈവം നീ എന്താടി അങ്ങനെ പറയുന്നേ? ദൈവദോഷം ഒന്നും സംസാരിക്കരുത് ശാരദ എന്ന് പറയാം. ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ അരവിന്ദേട്ടനെ ഇത്ര പെട്ടെന്ന് തിരിച്ചു വിളിക്കുമോ അമ്മേ? ഈ 4 മക്കളെയും എന്നെയും തനിച്ചാക്കി അരവിന്ദേട്ടൻ പോവായിരുന്നോ? ഒന്ന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്ക്. അതിനു മുന്നേ എനിക്ക് എൻ്റെ അരവിന്ദേട്ടനെ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ഇപ്പോൾ ബാങ്കിൻ്റെ ലോണ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഒരു കാര്യം ചെയ്തെനിക്ക് ശീലമില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് പോലും എന്ന് പറഞ്ഞ് ശാരദ സങ്കടപ്പെടുമ്പം അച്ഛമ്മ പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ശാരദ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നു എന്ന് കരുതി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഗംഗയും അതുപോലെ കാവേരിയും കൂടി ഒരുങ്ങി വരിക. അപ്പോൾ ശാരദ ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് എവിടേക്ക് രാവിലെ തന്നെ ഒരുങ്ങി? അപ്പോൾ കാവേരി പറയും, അമ്മേ ഞങ്ങൾ ജയപാലങ്കളിൻ്റെ അടുത്തൊന്ന് പോയേക്കുക. ഇവിടെ നമ്മൾ ഇരുന്ന ഒരു കാര്യങ്ങളും നടക്കുകയില്ല. ഇന്ന് ബാങ്കിൽ നിന്ന് വീണ്ടും അവർ വരാൻ സാധ്യതയുണ്ട്. അതിനു മുന്നിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം ശാരദ പറയും, നിങ്ങൾ എന്തിനാ പോകുന്നത്? ജയപാലേട്ടൻ ഇന്ന് വന്ന് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ പോകുന്നത് എന്ന് ചോദിക്കുക. അമ്മേ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. മറ്റൊരാൾ സഹായിക്കുമെന്നും കരുതി എത്ര നേരമൊന്നും കരുതി നമ്മൾ കാത്തിരിക്കുക. നേരിട്ട് ജയപാലങ്ങളുടെ വീട്ടിൽ പോയി സംസാരിക്കാം, എന്താ സംഭവിക്കുന്നത് നമുക്ക് അപ്പം അറിയാലോ എന്ന് പറയാണ്. ദേ കാവേരി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ സംസാരിച്ച രീതിയിലൊന്നും ജയപാലേട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നീ ഒന്നും സംസാരിച്ചേക്കരുത്. മയത്തോടു കൂടി വേണം സംസാരിക്കാൻ. ആ മനുഷ്യന്റെ നന്മ എത്രത്തോളം ഉണ്ടെന്നേ നിങ്ങളുടെ അച്ഛനറിയാം, അതുപോലെ അച്ഛൻ്റെ കൂടെ ജീവിച്ച എനിക്കും അറിയാം. അതുകൊണ്ട് ജയപാലേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും നീ സംസാരിച്ചേക്കരുത്. ഗംഗ നിന്നോടുകൂടിയാണ് പറയുന്നത്. കാവേരിയെ നീ ശ്രദ്ധിച്ചോണം. പിന്നെ അവിടെ ഇവിടെ നോക്കി നിൽക്കുകയൊന്നും ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം. അപ്പം അച്ഛമ്മയും പറയും, അതെ, ആൾക്കാർ പലതും പല രീതിയിലായിരിക്കും സംസാരിക്കുക. അതൊക്കെ കേട്ട് നിങ്ങളുടെ മനസ്സും വേദനിക്കാൻ ഇടവരികയേ ഉള്ളൂ. അതുകൊണ്ട് ജയപാലനെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. അല്ല ശാരദേ, നീ എന്താ അങ്ങനെ സംസാരിച്ചത്? കാവേരി എന്തു പറഞ്ഞെന്നാ നീ പറയുന്നത്? ഇന്നലെ അമ്മ കേൾക്കാഞ്ഞിട്ടാ. ജയപാലേട്ടൻ എന്തോ രഹസ്യം അറിയാന്നൊക്കെയാ ഇവര് പറയുന്നത്. ഇവരുടെ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ രഹസ്യം ജയപാലേട്ടൻ അറിയാമെന്ന് കാവേരി തീർത്തു പറയുക. ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവർ രണ്ടുപേരും ഒരാത്മാവും 2 ശരീരവുമായിരുന്നു. അങ്ങനെ ജീവിച്ചവരാ ചെറുപ്പം മുതൽ. അങ്ങനെയുള്ള ജയപാലൻ ഒരിക്കലും എൻ്റെ അരവിന്ദനെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നും സംസാരിക്കരുത് മക്കളെ എന്ന് അച്ഛമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ശരി ശരി അമ്മേ, എന്നാൽ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം, എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഗംഗയും കാവേരിയും കൂടി ജയപാലൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഇതേ സമയം ജയപാലൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. ആ എടാ, ഇവിടെ കൂടാൻ പറ്റില്ല. വീട്ടിലെ ഞാൻ സാത്വികനാ. അതുമാത്രമല്ല അമ്പലവുമായിട്ട് നടക്കുന്ന ഒരു പരമസാധു മനുഷ്യൻ. വീട്ടിലും നാട്ടുകാർക്കൊക്കെ ഞാൻ അത്രയ്ക്ക് നല്ലവനാടാ. എൻ്റെ യഥാർത്ഥ സ്വഭാവം ചുറ്റിക്കളിയൊന്നുമേ ഇവിടെ ആർക്കും അറിയാൻ പാടില്ല. അവനെ അറിയിക്കാൻ ഞാനിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് പറ്റിയ സ്ഥലവേ, എനിക്കൊരു ഫാമുണ്ട്. നീ അവിടേക്ക് വന്നാൽ മതി. നിനക്കറിയില്ലേ നമ്മളൊന്ന് കൂടുന്ന ഫാം? അവിടെ എല്ലാ സെറ്റപ്പും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മളൊന്ന് അടിച്ചു പൊളിക്കുന്നു, നീ അങ്ങോട്ട് എത്തിയാൽ മതി, അവിടെയെല്ലാം ഉണ്ടാകും എന്നൊക്കെ സംസാരിക്കുക. ഏതോ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന കേട്ടോ. അപ്പോൾ ഭാര്യ ചായയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരിക. അല്ല ജയപാലേട്ട, നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? എൻ്റെ പൊന്നെ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലേ? നമുക്കൊന്ന് ശാരദയെ കാണാൻ പോയാലോ? ശാരദയെ കാണാനോ? എന്തിന്? അല്ല, അരവിന്ദേട്ടൻ മരിച്ച അന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ, അതിനുശേഷം ആ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കാനുള്ള മര്യാദ പോലും നമ്മൾ കാണിച്ചില്ലല്ലോ. ശാരദ മക്കളും എന്ത് കരുതും? അതുകൊണ്ട് അവിടെ ഒന്ന് ചെല്ലുന്നതല്ലേ അതിൻ്റെ നന്മ എന്ന് ചോദിക്കുക. എന്ത് നന്മ? നീ എന്നെ കൂടുതൽ നന്മയും തിന്മയൊന്നും പഠിപ്പിക്കാൻ വരരുതേ. എനിക്ക് ശരിയും തെറ്റും ഒക്കെ അറിയാം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കത്തുള്ളൂ. എനിക്ക് അവിടെ പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോകും. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഹോ, ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി? അരവിന്ദേട്ടൻ മരിച്ചപ്പോൾ തുടങ്ങിയതാ സ്വഭാവത്തിലുള്ള ഈ മാറ്റം എന്നും പറഞ്ഞ് ഭാര്യ അകത്തേക്ക് തന്നെ കയറി പോവാണ് കേട്ടോ. അവളെന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം എന്നും പറഞ്ഞ് ജയപാലൻ ഒരു ക്രൂരമായ ചിരിയും ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. സമയം നമ്മുടെ നിവിനാണെങ്കിൽ വളരെയേറെ ആലോചനയോടെ ഇങ്ങനെ കിടക്കുക. അപ്പം രാജേശ്വരി അങ്ങോട്ട് വരിക. നിവിൻ, നിന്റെക്ക് എന്താ പറ്റി? 2 ദിവസമായിട്ട് ഭയങ്കര ആലോചനയാണല്ലോ. നീ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നില്ല. നിന്റെ കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അച്ഛനും ചോദിച്ചു എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന്. അല്ല, നീ എന്തിനാ കഴിഞ്ഞ ദിവസം നമ്മുടെ അക്കൗണ്ടിൻ്റെ യമുനയോട് പോയി ലോണിനെ പറ്റിയൊക്കെ അന്വേഷിച്ചത്? അതും ഹൗസിംഗ് ലോണിനെ പറ്റി. നീ എന്താ ഇനി റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ പോവാണോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. സത്യം പറ, നിനക്ക് സ്ഥിരമായിട്ട് ഒരു തീരുമാനവും ഇല്ല. ആദ്യം എന്തായിരുന്നു നിന്റെ ആഗ്രഹം? ലോകം അറിയപ്പെടുന്ന വലിയ ഷെഫ് ആവണമെന്ന്. ആ ആഗ്രഹം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പൈലറ്റ് ആവണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ കോഴ്സും പഠിച്ച് അതും പകുതി വെച്ചിട്ടിട്ട് പോന്നു. പിന്നെ എന്താ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് കുറേ കാലം അതിന് പിന്നാലെ നടന്നു. ഇപ്പം അതിൻ്റെ ക്ലാസ്സും നിനക്ക് ഇഷ്ടമല്ല. ഇപ്പം റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ പോവാണോ? നിന്നെ പോലെയുള്ള ശുദ്ധമാർക്ക് പറ്റിയ ഫീൽഡൊന്നും അല്ല റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് അതിലൊന്നും നീ ഇറങ്ങാൻ തിരിക്കുകയും വേണ്ട. പിന്നെ നിനക്ക് പ്രായമൊക്കെ ആയി. ഇനി നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. കാരണം ഇത്രയും കാലമായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാനുള്ള പ്രാപ്തി നീ കൈവരിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഇങ്ങനെ അഴിച്ചുവിടാൻ ഞാനും നിന്റെ അച്ഛനും എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവാം. അത് അനുസരിക്കണം. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന നിവിൻ പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. അല്ലാതെ ഇനിയും നിന്നെ കയറൂരി വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് രാജേശ്വരി അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷേ നിവിനാണെങ്കിൽ ഹൗസിംഗ് ലോണിനെ പറ്റിയൊക്കെ അന്വേഷിച്ചത് നമ്മുടെ കാവേരിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം പനിച്ച് വരച്ച് ആകെ ക്ഷീണിതയായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ നിള. ഒരാഹാരവും കഴിക്കുന്നില്ല. അപ്പം ശാരദ പറയും, മോളെ നിള, നീ ഇതെങ്ങനെയെങ്കിലും കഴിക്കുക, മരുന്ന് കഴിക്കേണ്ടതല്ലേ, വീണ്ടും പനി കൂടിയാൽ എന്ത് ചെയ്യും എന്ന് പറയുകയാണേ. അപ്പം അച്ഛമ്മയും വന്ന് പറയും, മോളിത് കഴിക്കുക, അല്ലെങ്കിൽ ക്ഷീണം കൂടി കൂടി വരും. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയുകയാണേ. അപ്പം യമുനയാണെങ്കിൽ മിറ്റം അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് ബാങ്കിൽ നിന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ കയറി വരുന്നത് അവൾ കാണുന്നത്. അവൾ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയാം, അമ്മേ, ആ ബാങ്കിൽ നിന്ന് വീണ്ടും ആൾക്കാർ വന്നിട്ടുണ്ട്, എന്താ ഇപ്പം ചെയ്യുക എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന അച്ഛമ്മയ്ക്കും ആകെ ടെൻഷൻ ആവുകയാണ്. നിങ്ങൾ സമാധാനപ്പെടും മക്കളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുകയാണേ. അപ്പം ശാരദ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുക. അല്ല, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിയാനാ ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇന്നലെയല്ലേ ഞങ്ങളോട് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് തന്നെ പറയുന്നത്. ഇപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നായോ? 8 മാസമായി ഈ വീടിൻ്റെ പേരിലുള്ള ലോൺ അടച്ചിട്ടില്ല. അതുമാത്രമല്ല, ഞങ്ങൾ എത്ര തവണ പേപ്പർ അയച്ചു, അതിനൊന്നും ഒരു റിപ്ലൈ ഉണ്ടായിട്ടുമില്ല. നിങ്ങളൊന്ന് ബാങ്കിൽ വന്ന് എൻക്വയറിക്കായിട്ട് പോലും വന്നിട്ടുമില്ല. പിന്നെ കുറ്റം മുഴുവൻ ഞങ്ങളുടെ തല വെക്കുന്നത് എങ്ങനെയാ? ഇന്നലെ അവസാന നടപടിക്രമം എന്ന നിലയിൽ വീട്ടിലുള്ളവരോട് നേരിട്ട് സംസാരിച്ചത്. എന്നിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് വരികയോ കാര്യങ്ങൾക്ക് അന്വേഷിക്കുകയോ ലോൺ ക്ലോസ് ചെയ്യാൻ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ വന്ന് തോന്നിമാസം ചെയ്യാന്നാണോ പറയുന്നത്? ഇത് എൻ്റെ അരവിന്ദേട്ടൻ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി പണിത് തന്ന വീടാ. ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ ആർക്കും അവകാശമില്ല. ഞങ്ങളോട്ട് ഇറങ്ങത്തുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ വീടിൻ്റെ മേൽ ലോൺ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഈ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ ഗഡു അടയ്ക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയേ പറ്റൂ. ഇപ്പം തന്നെ കോർട്ട് ഓർഡർ ആയിട്ടുണ്ട്. കോർട്ട് ഓർഡറോ? എന്തൊക്കെയായി പറയുന്നത്? അപ്പം യമുന പെട്ടെന്ന് ചോദിക്കും, സാർ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങാം. ഞങ്ങൾക്ക് സീൽ വെച്ചിട്ട് വേഗം പോകാനുള്ളതാ. അപ്പം ശാരദ പറയും,
പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ? ഇതെൻ്റെ അരവിന്ദേട്ടൻ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി വെച്ച വീടാ. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും പോവില്ല. ഈ ശാരദ മരിക്കുവാണേലും ഇവിടെ കിടന്നേ മരിക്കത്തുള്ളൂ എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ദേ, ഞങ്ങളുടെ നടപടികൾക്ക് പ്രശ്നം വരുത്തിയാൽ അത് പോലീസിന് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ എല്ലാ നടപടികളും കറക്റ്റായിട്ട് തന്നെ ചെയ്തതാ. നിങ്ങൾക്ക് നോട്ടീസും അയച്ചു. അതിനൊന്നും നിങ്ങളാണ് ഒരു പ്രതികരണവും തരാതിരുന്നത്. എന്നിട്ടിപ്പം മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് ഞങ്ങൾ പോലീസ് നടപടികളിലേക്ക് കിടക്കും എന്ന് പറയാം. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് വീട്ടിൽ നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യാനാ? അതുമല്ല, ഇന്നലെയല്ലേ നിങ്ങൾ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുന്നത്. ഒന്നും ചെയ്യാനുള്ള ഒരു സാവകാശം പോലും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ പേപ്പറും നോട്ടീസും ഒക്കെ നിങ്ങൾക്ക് അയച്ചിരുന്നതാ. അതിനൊന്നും നിങ്ങൾ പ്രതികരണം ചെയ്യാത്തതിന് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. പെട്ടെന്ന് ശാരദയാണെങ്കിൽ മക്കളെയും അമ്മേനെയും കൂട്ടി വാതിലടയ്ക്കുവാണ്. അപ്പം ഉദ്യോഗസ്ഥർ പറയും, ദേ, വാതിൽ തുറന്നു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകും, പോലീസിനെ അറിയിക്കുമെന്ന് പറയാം. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ഞാൻ ജീവിക്കുവാണേലും മരിക്കുവാണേലും ഈ വീട്ടിൽ കിടന്നായിരിക്കും എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുക. അപ്പം ഇതെല്ലാം കാണുന്ന നീളെ ആകെ കരയാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. എന്തൊക്കെയാ അമ്മ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കാകെ പേടിയാവുന്നു. നമുക്ക് ചേച്ചിമാരെ ശാരദ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നിളക്കുട്ടീനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതേ സമയം നമ്മുടെ നവീൻ്റെ വീട്ടിൽ